ഹലോ ഫ്രണ്ട്സ്, ഈറ്റ് ആൻഡ് സീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്, കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏഷ്യാഡ് അല്ലെങ്കിൽ കപ്പ ബിരിയാണി. കപ്പയും ഇറച്ചിയും കൂടെ രണ്ടും മിക്സ് ആക്കിയിട്ട് നല്ല സൂപ്പർ ബിരിയാണി. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കടയിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് വന്ന് അപ്പോൾ നമുക്കിനി അടുത്ത കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കേ, അപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരേ കുക്കിംഗ് അല്ല, ഒരേ രീതിയിലുള്ള കുക്കിംഗ് ആയിരിക്കില്ല. മെനു ഒന്നുമില്ല, നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ടേസ്റ്റിനില്ല ഒരു ഉണ്ടാക്കലാണ് സംഭവം. കപ്പ ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നെങ്കിലും അങ്കമാലിയിലോ എറണാകുളത്തോ കൂത്താട്ടുകുളത്തോ അല്ലെങ്കിൽ കോതമംഗലത്തോ പത്തനംതിട്ട കോട്ടയം ഇങ്ങനെയുള്ള ഏരിയകളിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലായിരിക്കില്ല, അതേ റെസിപ്പി ആയിരിക്കില്ല. അതുകൊണ്ട് ആരും ഒന്നും പറയരുത്. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ടേസ്റ്റിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം കുറേയെല്ലാം സാമ്യമായിരിക്കും, ചില ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇത് കൂടുതലില്ല എന്ന് പറയാം. ഇതൊന്നും കണ്ണൂർ ജില്ലയിലില്ല. ഇനി കണ്ണൂർ ജില്ലയിലുണ്ടെങ്കിൽ ഇരിട്ടി മട്ടന്നൂർ അങ്ങോട്ട് ക്രിസ്ത്യൻ മേഖലയിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഏതായാലും ഏഷ്യാഡിലെ കപ്പ ബിരിയാണിയിലേക്ക് കിടക്കാം. കപ്പ പുഴുകാൻ വെച്ചിട്ടുണ്ട്. കപ്പയും ഇറച്ചിയും കൂടെ കൂട്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിൽ കണ്ണൂർ ഭാഗത്ത് ഇത് ഉണ്ടാക്കലില്ല, ഈ സാധനം ഇല്ല. ഇത് കൂടുതൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട ആ ഭാഗങ്ങളിലെല്ലാം കാണുള്ളൂ. നമ്മളടുത്ത് കപ്പയും മീനും വെക്കലുണ്ട്, കപ്പയും മത്തിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കപ്പയും ഇറച്ചിയാണ് വെക്കുന്നത്. അതിന് കപ്പ വേവിക്കുക വേറെ തന്നെ, ഇറച്ചി വേറെ തന്നെ വേവിക്കുക, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കുക. അപ്പോൾ ഇതിന് ഏഷ്യാഡെന്ന് പറയും എറണാകുളം ഭാഗത്ത്, ചില ഭാഗത്ത് കപ്പ ബിരിയാണി എന്നും പറയുന്നുണ്ട്. ഏതായാലും കപ്പ വേവിക്കുമ്പം കുറച്ച് ഉപ്പിടുക, അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇപ്പോൾ ഇടും. അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടിയിട്ട് ഇനി കപ്പ വേവാൻ വേണ്ടി പൂട്ടി വെക്കുക. 2 വിസിലടിക്കുമ്പോഴേക്കും, 2 വിസിൽ മതി, അല്ലെങ്കിൽ കപ്പയാകെ വെന്തുടഞ്ഞു പോവും. അതിന് നോക്കിയിട്ട് ഓരോ കുക്കറിന് ഓരോ പാകം, അതുകൊണ്ട് വിസിൽ നോക്കിയിട്ട് ഇടുക. ഏതായാലും വിസിലിട്ടിട്ടുണ്ട്, പ്രഷറിൽ വെച്ചിട്ടുണ്ട്. കപ്പ 2 വിസിലടിച്ചാൽ നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ഇറച്ചി ആദ്യം റെഡിയാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഇറച്ചിയുണ്ട്, അതുപോലെ തക്കാളി ഉണ്ട്, കരിവേപ്പില, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പൊടികൾ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചെറുതായിട്ടിത് ജീരകവും പിന്നെ സാദാ ജീരകവും, അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം എടുത്തത്. നിങ്ങളെ ഇഷ്ടത്തിനുള്ള മസാലക്കൂട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം. തക്കാളി അധികവും ഈ ഇറച്ചി പ്രത്യേകിച്ച് കപ്പേൻ്റെ കൂട്ട് ഉണ്ടാക്കുമ്പോൾ ഇടലില്ല ഞാൻ, പക്ഷേ ഈ ഇറച്ചി മസാലയിൽ ഇപ്പോൾ തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും വെവ്വേറെ വേവിച്ചെടുക്കണം. കാരണം ഇറച്ചീൻ്റെ വേവ് വേറെ, കപ്പേൻ്റെ വേവ് വേറെയാണ്. ആദ്യം കപ്പ വേവിച്ചിട്ട് വെള്ളം ഊറ്റി മാറ്റി വെക്കുക. അതിനുശേഷം ഇറച്ചി മസാലയിലോട്ട് വേവിച്ചെടുക്കുക. അപ്പം നമുക്കിത് ഒക്കെ കൂടെ ഒന്ന് കുക്കറിലിട്ട് ഒരു 3 വിസിലടിക്കാം. ഇറച്ചി ഒന്ന് അത്യാവശ്യം നല്ലോണം വെന്തോട്ടെ. ഇറച്ചിയിൽ കുറച്ച് എല്ലെല്ലാം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കുറച്ച് കൊഴുപ്പും കൂടെ ഒന്നിച്ചെടുത്തോ, എന്നാൽ അതും കൂടെ ടേസ്റ്റാണ്. അപ്പം നമുക്കത് കുക്കറിലിട്ട് 3 വിസിലടിച്ച് ആവുന്നവരെ കാത്തുനിന്ന്, എന്നിട്ട് അടുത്ത പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് അടുത്ത കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ, എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പം ബീഫുമായിട്ടുണ്ട്, ഇറച്ചിയായിട്ടുണ്ട്. അപ്പം ഇറച്ചിയായിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനിടുക. കല്ലുപ്പാണ് ഇട്ടത്.
അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വേറെ ഒരു പണിത്തരം കൂടിയുണ്ട്. ഒന്ന് തേങ്ങയിലോട്ട് കടുക്, ചുവന്ന മുളക് ഇതെല്ലാം ഇട്ടൊന്ന് വറുത്തിടണം, എന്നാലേ അത് ഫിനിഷാവുക. ഇതിൻ്റെ ഒന്ന് ഈ ബീഫും കപ്പയും കൂടെ ഒന്ന് മിക്സായി ആ ഉപ്പെല്ലാം പിടിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കോട്ടെ, ഒന്ന് കുറച്ച് വറ്റണം. അപ്പോൾ എന്നാലും അതിൻ്റെ ടേസ്റ്റ് പിടിക്കുക. അപ്പോൾ ചെറിയ തീയിൽ ആക്കുക. നല്ലോണം മിക്സ് ചെയ്തിടുക. കാരണം ഒന്ന് ഉടയണം, ഇറച്ചിയും കപ്പയെല്ലാം കൂടെ ഒന്നിച്ച് നല്ലോണം ആവണം. വേണ്ട, അപ്പോൾ എല്ലാം ആയി സൂപ്പറായി എടുക്കാം. ഇനിയൊരു പരിപാടി ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇതെല്ലാം ഇട്ട് വേണമെന്ന് വറുത്തിടാൻ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് റെഡിയായിട്ട് വരിക ടേസ്റ്റ്. അപ്പോൾ ഇതിലിപ്പം പച്ചത്തേങ്ങ അരച്ചിട്ട് കേട്ടോ. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി പച്ചത്തേങ്ങേൻ്റെ കൂടെ ഈ വെള്ള കാണുന്നത് പച്ചത്തേങ്ങയാണ് അരച്ചിട്ട്. വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല പച്ചത്തേങ്ങേൻ്റെ കൂടെ, കാരണം ഈ സാധനത്തിൽ ഓൾറെഡി മസാല ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ലോണം എല്ലാം മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ഉഷാറാവും. നമ്മളിനി ലാസ്റ്റ് ഇതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ നമ്മളൊന്ന് എപ്പോഴും നമ്മൾ കടുക് പൊട്ടിക്കുക, ജീരകം ഇടുക, മുളക്, അതേപോലെ കരിവേപ്പില, ഇതൊന്ന് വറുത്തിട്ടാൽ സംഗതി ഉഷാറായി. കരിവേപ്പില ഒന്ന് ഇതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ വറുത്തിട്ട് സംഗതി ഉഷാറായി. ഇനിയൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം. അത് കഴിക്കാൻ പിന്നെ താമസിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡിഷ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂട് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളി എടുത്ത് കുറച്ച് മാങ്ങാച്ചാറും എടുത്ത് ഉള്ളിയെടുത്ത് അതും കൂടി ഇട്ടൊന്ന് പിടിക്കാം. നല്ല ടേസ്റ്റാണ് ഉള്ളിയും കൂട്ടിയിട്ട്. അപ്പം നമ്മൾ കപ്പ ഇറച്ചിയും ഏഷ്യാഡല്ലേ കപ്പ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചൂട് എല്ലാം കറക്റ്റാണ്. എൻ്റെ രുചിക്ക് കറക്റ്റാണ്. നിങ്ങളെ രുചിക്ക് ഉണ്ടാക്കി നോക്കുക. മസാലകളെല്ലാം ഉപയോഗിച്ച് എന്തൊക്കെ വേണം, ഉപ്പ്, എരു, പുളി എന്നൊന്നും ഒരു കണക്കില്ല. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കിക്കോ. സംഗതി അടിപൊളി സൂപ്പറാണ്. ഇതേപോലെ മത്തി ഇട്ടിട്ടുണ്ടാക്കും നമ്മളെ നാട്ടിൽ, അതും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സി യു.